ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. ജൂൺ 17, 18, 19, 20 എന്നീ തീയതികളിൽ, അതായത് 4 ദിവസം, ഈ 4 ദിവസങ്ങളിൽ കന്നിക്കൂറുകാർക്ക്, അതായത് ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ പകുതിയും കൂടി ചേരുന്ന കന്നിക്കൂറുകാർക്കും, അതുപോലെ തന്നെ ചിത്തിരയുടെ അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം കൂടി ചേരുന്ന തുലാക്കൂറുകാർക്കും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസങ്ങളാണ് 17, 18, 19, 20 എന്ന ദിവസങ്ങൾ. ഈ രണ്ട് രാശിക്കാർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ശുഭകാര്യങ്ങൾ വെച്ച് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ കാര്യമല്ല. ഇനിയിപ്പോൾ വിവാഹം നടത്തുകയാണെങ്കിലും അതിന് ഇതായിട്ടുള്ള ഓരോരോ ഇതുണ്ട്, അതിൻ്റെ അനുസരിച്ച് നടത്താൻ പറ്റുള്ളൂ. മറ്റുള്ള ശുഭകാര്യങ്ങൾ, യാത്ര പോവുക, വാഹനം വാങ്ങിക്കുക, ഭവനത്തിന് വല്ല ഭൂമി വാങ്ങിക്കുക, അങ്ങനെയുള്ള എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ ഉചിതപരമായിട്ടുള്ളതും നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ തൊഴിലിൽ പുതിയ അവസരങ്ങൾ നേടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ ഈ ദിവസങ്ങളിൽ പറയാം. ഇവർക്ക് യഥേഷ്ടം ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും സാധിച്ചെടുക്കുവാനുള്ള കൂടുതലായിട്ടുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള യോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ അവസരങ്ങൾ വാങ്ങിക്കുന്നത് വളരെ ഉചിതപരമായിട്ടുള്ള സമയങ്ങളാണ്. അല്ലെങ്കിൽ പുതിയ വാഹനത്തിന് ബുക്ക് ചെയ്യാൻ പറ്റിയ സമയങ്ങളാണ്. അതുപോലെ തന്നെ ഭൂമി വാങ്ങിക്കുക, അതുപോലെ തന്നെ ഭൂമി വിൽക്കുക എന്നുള്ള അവസരങ്ങൾ ഇതിൽ ഉൾപ്പെടും എന്നാണ് പറയുന്നത്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് മനസ്സിന് ഉണർവേകുന്ന സന്തുഷ്ടപരമായിട്ടുള്ള ഇഷ്ടഭക്ഷണം, ഇഷ്ടവസ്ത്രം, ഉദ്ദിഷ്ട കാര്യങ്ങളിൽ സാധ്യത, അല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്ര കൊണ്ട് നമ്മൾക്ക് ഉപകാരങ്ങൾ ഉണ്ടാകുന്ന ഒരു സഫലപരമായിട്ടുള്ള സാധ്യതകൾ എന്നിവയും എല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം പൊതുവെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയപരമായിട്ടാണ് ഈ ദിവസങ്ങൾ ഇവർക്ക് കണ്ടുവരാറുള്ളത്. അത് കാരണം തന്നെ ഈ 17, 18, 19, 20 എന്നീ ദിവസങ്ങളിൽ ഉചിതപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾ നടത്തുവാനും തൊഴിൽ സംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യങ്ങൾ മാറി വരുവാനും, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷകൾ കിട്ടുവാനും, അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വൈകുകയാണെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതയും, കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയും, ധനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും, കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധിയും വന്നു ചേരുവാനുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ കുടുംബത്തിൽ ഐക്യത വന്നു ചേരുവാനുള്ള കാര്യങ്ങളും, പുതിയ വിശേഷങ്ങൾ നമ്മളെ മനസ്സിന് കുളിരണിയിക്കുന്ന ഓരോരോ നല്ല സംഭാഷണങ്ങൾ അല്ലെങ്കിൽ നല്ല വാർത്തകൾ അറിയുവാനുള്ള സാധ്യതകളും നമ്മൾക്ക്, അതായത് ഈ കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും അനുകൂലപരമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് ഈ 17, 18, 19, 20 എന്ന ദിവസങ്ങളിൽ. ഇവർക്ക് വൻ ധനലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും വൻ സാഹചര്യങ്ങൾ തെറ്റിച്ചറിഞ്ഞു വരാനുള്ള സാധ്യതകളും, ഗവൺമെൻറ് തലത്തിൽ വല്ല ഉദ്യോഗ കയറ്റങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ സ്ഥാനമാന പദവികൾ കയറി വരുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നമുക്ക് തുറന്ന് പറയുവാനുള്ള സാധ്യതകളും, മേലധികാരികളോട് പറയാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ എന്തെങ്കിലും ഉചിതപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുണ്ടെങ്കിൽ അതിനും ഉള്ള സാധ്യതയും, വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ് മറ്റും സീറ്റ് കിട്ടാനുള്ള സാധ്യതയും, സീറ്റ് കിട്ടാൻ വേണ്ടി, അതായത് മെഡിക്കൽ സീറ്റോ അല്ലെങ്കിൽ പ്ലസ് ടുവിനുള്ള സീറ്റോ അങ്ങനെ എൻട്രൻസ് സംബന്ധമായിട്ടുള്ള, സ്കൂൾ സംബന്ധമായിട്ട് കോളേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വൻ ഉദ്ദിഷ്ടകാര്യം നടക്കുവാനുള്ള സാധ്യതകളും ഈ തീയതികളിൽ കാണുന്നത്. ഈ തീയതികളിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുന്നത്. 17, 18, 19, 20 എന്നീ ദിവസങ്ങൾ നമ്മൾക്ക് അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങളായി വരുന്നു. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് അനുകൂലപരമായിട്ടുള്ള എന്ത് കാര്യത്തിനും തിരിച്ചിറങ്ങാൻ പറ്റുന്നതും, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും, നമ്മൾ ആലോചിച്ച് ഇന്നേക്ക് ശരിയാവോ നാളെ ശരിയാവോ എന്ന് ഉദ്ദേശിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തി വരുവാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. നമസ്കാരം.